ഇപ്പോൾ ഇറാഖിലെ ഇറാൻ അനുകൂല ഭീകര കേന്ദ്രങ്ങളിലേക്ക് യുഎസും സൗദിയും സംയുക്തമായി ആക്രമണം നടത്തിയെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ സൗദിയിലേക്ക്, റിയാദിലേക്ക് പ്രത്യേകിച്ചും വലിയ ആക്രമണം ഇറാഖിന്റെ ഈ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിരുന്നു. IRGCയുടെ പിന്തുണയോടുകൂടിയാണ് ഈ ആക്രമണമെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. പശ്ചിമേഷ്യയിലെ പെട്രോളിയം കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ മിസൈൽ ഡ്രോൺ വർഷങ്ങൾക്ക് തിരിച്ചടിയായാണ് ഈ ആക്രമണമെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. ഭീകര സംഘടനകൾക്ക് ഇറാൻ സഹായം നൽകുന്നുവെന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ ആരോപണം. എന്നാൽ ഇറാൻ തങ്ങളുടെ പങ്ക് ഇതുമായി ബന്ധപ്പെട്ട് നിഷേധിച്ചിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇപ്പോൾ സൗദിക്കെതിരെ നടത്തിയ ആക്രമണം ഹൂതികളുടെ പിന്തുണയുണ്ട്, മറ്റു ചില ആക്രമണങ്ങൾ നടന്നിരുന്നു, അതൊക്കെ സൗദി തടഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇതിന് പൂർണ്ണമായും ഇറാന്റെ പിന്തുണയുണ്ട് എന്നാണോ ഇപ്പോൾ ആരോപണം? ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? സംയുക്തമായ ആക്രമണത്തിന്റെ അനന്തരഫലങ്ങൾ എന്താണ്? രഞ്ജിത്ത്, സൗദി അറേബ്യയിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ അത് ഇറാന്റെ പിന്തുണയോടെ അല്ല എന്നാണ് IRGC അവകാശപ്പെടുന്നത്. അതേസമയം ജോർദാനിലേക്ക് ഇപ്പോൾ ആക്രമണം നടന്നിട്ടുണ്ട്. ജോർദാനിലെ US കേന്ദ്രത്തെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയത് തങ്ങളാണ് എന്നാണ് IRGC നിലവിൽ അവരുടെ ഒരു അവകാശവാദം പ്രഖ്യാപിക്കുന്നത്. അതായത് അമേരിക്കയുടെ ഭീഷണികൾ നിരന്തരം ഇറാനെതിരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് തങ്ങൾ ഈ ആക്രമണം നടത്തിയത് എന്നാണ് IRGC പറയുന്നത്. അതായത് ജോർദാനിലേക്കുള്ള ആക്രമണം IRGC ശരിവെച്ചിട്ടുണ്ടെങ്കിലും സൗദി അറേബ്യയിലേക്ക് ആക്രമണം നടത്തിയത് ഇറാന്റെ പിന്തുണയോടെ അല്ല എന്നാണ് അവരുടെ അവകാശവാദം. അതുപോലെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയിരുന്ന 3 കപ്പലുകൾക്ക് നേരെയും IRGC ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ കപ്പലുകൾ ഇറാന്റെ നിർദ്ദേശം പാലിക്കാതെ കടന്നുപോയതിനാലാണ് ആക്രമണം നടത്തിയത് എന്നാണ് അവർ പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. അതേസമയം കഴിഞ്ഞ ഏതാണ്ട് 72 മണിക്കൂറിനിടെ 30ഓളം ആക്രമണങ്ങളാണ് സൗദി അറേബ്യയുടെ പെട്രോളിയം കേന്ദ്രങ്ങൾക്ക് നേരെ നടന്നത്. പ്രത്യേകിച്ച് റിയാദ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചും ഈ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആക്രമണങ്ങൾ നടന്നത് ഇറാഖിലുള്ള ഇറാൻ അനുകൂല ഭീകരവാദ സംഘടനകളുടെ കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്നാണ് അമേരിക്കയും അതുപോലെ സൗദി അറേബ്യയും വ്യക്തമാക്കിയത്. US സെൻട്രൽ കമാൻഡ് പറയുന്നത് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കണക്കെടുത്താൽ ഏതാണ്ട് 600ഓളം ആക്രമണങ്ങൾ ഈ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നിന്ന് നടന്നു എന്നും അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും USഉം സൗദി അറേബ്യയും സംയുക്തമായി തന്നെ ഈ കേന്ദ്രങ്ങളിലേക്ക് ഒരു പ്രത്യാക്രമണം നടത്തി ഈ ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന PMF, അതാണ് മേഖലയിൽ ഇറാനെ അനുകൂലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭീകരവാദ സംഘടന. ഇവരുടെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ സൗദി അറേബ്യയുടെയും അതുപോലെ USന്റെയും ആക്രമണത്തിൽ പൂർണ്ണമായിട്ടും തകർത്തിട്ടുണ്ട്. ബസ്ര എന്ന് പറയുന്ന നഗരത്തിലുള്ള ഒരു ഹെഡ്ക്വാർട്ടേഴ്സാണ് ഇപ്പോൾ നിലവിൽ തകർത്തിരിക്കുന്നത്. എന്തായാലും ഈ ആക്രമണങ്ങളെ PMF അപലപിച്ചിട്ടുണ്ട്. ഇനിയും ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ തിരിച്ചടി നൽകും എന്നാണ് PMF പറയുന്നത്. അതേസമയം സൗദി അറേബ്യ പറയുന്നത് UN ചാർട്ടറിലുള്ള ആർട്ടിക്കിൾ 51 പ്രകാരം സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് തങ്ങൾ ആക്രമണം നടത്തിയത്. സൗദി അറേബ്യയുടെ ജനവാസ മേഖലകളിലേക്ക് ഉൾപ്പെടെ ആക്രമണങ്ങൾ നടന്നു, എന്നാൽ അവയെല്ലാം തങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട്. ഇനിയും ആക്രമണം തുടർന്നാൽ മറുപടി ഈ ഭാഷയിലാകില്ല എന്നും സൗദി അറേബ്യയുടെ മുന്നറിയിപ്പുണ്ട്. എന്തായാലും ഇറാഖിൽ നടന്ന ആക്രമണത്തെ ഹൂതി വിമതരും ഇപ്പോൾ അപലപിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സംയുക്തമായ ആക്രമണത്തിന് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നു സൗദി അറേബ്യയും അമേരിക്കയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്.